സർ, പഹൽഗാം ആക്രമണത്തിൽ രാജ്യം മുഴുവനും ഞെട്ടിയിരിക്കുകയാണ്, വേദനയിലാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഇന്നലെ CPM പാർട്ടി ഒരു ആഘോഷം നടത്തിയത്. പാലുകാച്ചൽ ചടങ്ങ്. പറഞ്ഞു വരുന്നത് പുതിയ AKG സെന്ററിന്റെ ഉദ്ഘാടനം. ഇത് എത്രമാത്രം ശരിയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അങ്ങനെ കുറേ വിപ്ലവ പാർട്ടികളുണ്ട് ഭാരതത്തിൽ, ഇന്ത്യയിൽ, ലോകത്താകെയുണ്ട്. അതിൻ്റെ ചരിത്രത്തെ മാറ്റി തീർത്ത ഒരു ഉദ്ഘാടനമാണ് ഇന്നലെ നടന്നത്. എത്ര പേരത് ശ്രദ്ധിച്ചിട്ടുണ്ട്, എത്ര പേരങ്ങനെ കണ്ടു എന്ന് എനിക്കും അറിയില്ല. ഒന്ന്, ഇന്നലത്തെ ദിവസം 10-ാം ഉദയമാണ്. അപ്പോൾ പറഞ്ഞ ന്യായം എന്താണ്? ഞങ്ങൾക്ക് അവധി, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അവധി കിട്ടിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒഴിവ് കിട്ടിയതുകൊണ്ടാണ് ഇന്നലെ വെച്ചത്. അപ്പോൾ ഒരു തിരിച്ച് ചിന്തിക്കണ്ടേ? സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു വിമർശനം വരാം. അപ്പോൾ അത് 10-ാം ഉദയം എന്നുള്ള വേറെ ദിവസം ആക്കി വയ്ക്കാം. ഒഴിവ് ദിവസം അവർക്ക് പ്ലാൻ ചെയ്യുന്നില്ലേ, അവരുടെ ഒഴിവല്ല, മറ്റേ നാട്ടുകാർ പ്ലാൻ ചെയ്യുന്നതല്ലല്ലോ. അപ്പോട്ടെ, 10-ാം ഉദയം പണ്ടും ഇങ്ങനെയൊക്കെ ചടങ്ങ് നടത്തിക്കോട്ടെ, പണ്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. മഴ പെയ്യാതിരിക്കാൻ പാർട്ടി സമ്മേളനത്തിന് തേങ്ങ അടിച്ചിട്ടുണ്ട് പഴവങ്ങാടി ഗണപതിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്, അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. രണ്ടാമത്തെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത്. ഒരു ഫ്ലെക്സിലും EMSO, AKGയോ മാർസോ ലെനിനോ ആരുമില്ല. പോട്ടെ, അതെല്ലാം നമുക്ക് സഹിക്കാം. സീതാറാം യെച്ചൂരിയില്ല, കൊടിയേരി ബാലൻ, ആരുമില്ല. അറ്റ്ലീസ്റ്റ് MA ബേബി വേണ്ടേ? പാവം, എനിക്ക് സങ്കടം തോന്നി, വളരെ സങ്കടം തോന്നി. MA ബേബിയുടെ ഇന്നലത്തെ നിൽക്കുന്ന കണ്ടപ്പോൾ പാവം, ആ സഞ്ചിയൊക്കെ തൂക്കി വളരെ സങ്കടം തോന്നി. പുറകില് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആ ഉദ്ഘാടന സമയത്തെങ്കിലും അടുത്തോട്ട് വിളിച്ച് കൈ കൂടെ ഒന്ന് പിടിപ്പിക്കുകയും വേണ്ടേ? മുഖ്യമന്ത്രി തന്നെ നാട കട്ടിയട്ടെ. ജസ്റ്റ് ഗോവിന്ദനെയും പാർട്ടി സെക്രട്ടറിയെയും ജനറൽ സെക്രട്ടറിയെയും ഒന്ന് അടുത്ത് വിളിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഓണപ്പ് ചെയ്യണ്ടേ അവരെ? ഇത് മൈൻഡ് ചെയ്തിട്ടില്ല. ആ ഫോട്ടോ പത്രത്തിലൊക്കെ വരുന്നുണ്ട്. ജനറൽ സെക്രട്ടറിയുടെ ഫോട്ടോ ഇല്ല, പാർട്ടി സെക്രട്ടറിയുടെ ഫോട്ടോ ഇല്ല. ഉദ്ഘാടനം ചെയ്തത് പോളിറ്റ് ബ്യൂറോ മെമ്പർ ഉദ്ഘാടനം ചെയ്യുന്നു, ജനറൽ സെക്രട്ടറി കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത് കേരളത്തിൽ. അതൊരു വശത്ത് നടക്കും. രണ്ടാമതൊരു കാര്യം, ഇന്നലെ അവിടെ ഈ പഹൽഗാമയിൽ നടന്ന സംഭവം നടന്നല്ലോ, അതിനൊരു അനുശോചനം പോലും രേഖപ്പെടുത്തിയോ അവിടെ ഈ സമയത്ത്? ശരി, നമ്മൾ ഉദ്ഘാടനത്തിന് മുമ്പേ 2 വാക്ക് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരു മലയാളി അടക്കം രാമചന്ദ്രൻ അടക്കം ഇങ്ങനെ മരിച്ചു, അവർക്കൊരു അനുശോചനം രേഖപ്പെടുത്തുന്നു. നമ്മൾ നേരത്തെ നിശ്ചയിച്ചു പോയ പരിപാടി ആയതുകൊണ്ട് തന്നെ ഇത്, കാരണം ഇത്രയും പത്രങ്ങളും ചാനലുകളെല്ലാം നിൽക്കുകയല്ലേ. പത്രങ്ങളും ചാനൽ മാത്രമാണ് സർ, നമ്മളുടെ ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സിലും വളരെ വേദന നൽകിയത്. മാത്രമല്ല, കുടുംബത്തിൽ നടന്ന ഒരു വേദനയ്ക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും. അത് മാത്രമല്ല, ഇന്ത്യക്കാരനുണ്ടായ ദുഃഖം പോട്ടെ, ഇന്നലെ കാശ്മീരിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് മുസ്ലിം വനിതകൾ രംഗത്തിറങ്ങി ഇന്ത്യക്ക് സിന്ദാബാദ് വിളിക്കുകയാണ്. പിന്നെ സിഖുകാരിറങ്ങി വിളിക്കുകയാണ്, അവിടുത്തെ പള്ളികളിൽ ഇന്നലെ ഇത് വിളിക്കുകയാണ്. എല്ലാവരും ഇറങ്ങി, സകല ജനങ്ങളും ഭായി ഭായി ഭായി. അവരുടെ ബാനർ ആദ്യമായിട്ടായിരിക്കും, അവരുടെ ബാനറിൽ ഹിന്ദു, മുസ്ലിം, സിഖ് എന്നൊക്കെ എഴുതിയ ഒറ്റ ബാനറാണ്. മുഴുവൻ ആളുകളും വന്നിരിക്കുകയാണ്. അതുപോട്ടെ, ചൈന, അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, ഓസ്ട്രേലിയ, സൗദി അറേബ്യ പ്രമേയം പാസ്സാക്കി. എല്ലാ രാജ്യങ്ങളും, ലോകത്തുള്ള സകല ആളുകൾ ഇതിനോട് ഒരു ഐക്യദാർഢ്യം, എന്തിനു പറയുന്നു, നാഷണൽ ലെവലിലും CPM ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെന്ന് പറയാമല്ലോ. അവർ പ്രസ്താവനയൊക്കെ ഇറക്കിയല്ലോ. പക്ഷേ ഇവിടെ കോൺഗ്രസ് പാർട്ടി എല്ലാവരും പ്രസ്താവന ഇറക്കി, ആരും ഇതിനെതിരെ പറഞ്ഞില്ല. അപ്പോഴാണ് ഇവിടെ അതാ പറയുക, എന്താണ് അവിടെ പിന്നെ ഇത് നടക്കുന്നു, പിന്നെ എന്താ പറയുക, അവിടെ മലയാളത്തിൽ അമ്മയ്ക്ക് പ്രസവേന മകൾക്ക് വീണവായനം, അവിടെ പിന്നെ മരണ വീട്, ഇവിടെ ആറാട്ട്. എന്താണ് നടത്തുന്നത്? ഒരു ദിവസം മാറ്റിവെക്കുമ്പോഴാണ് അന്തസ്സുണ്ടാവുന്നത്. അത് മാറ്റിവെക്കാം, അനുശോചനം രേഖപ്പെടുത്താം, അങ്ങനെ ഒരുപാട് തരത്തിലൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എപ്പോഴും എല്ലാവരും നേരെ ചിന്തിക്കുമ്പോൾ ഒരു ഡിഗ്രി വളഞ്ഞേ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്തോ നേട്ടമുണ്ടാകുമെന്നാണ്. ഒരു നേട്ടവും ഉണ്ടാവില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചറിയണം. കാരണം ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായിരുന്ന ഇന്ത്യയിലെ 10-15 സ്റ്റേറ്റുകളിൽ, അന്ന് ആകപ്പാടെ 18 സ്റ്റേറ്റുള്ള സമയത്താണ് 10-15 സ്റ്റേറ്റുകളിൽ ഉണ്ടായിരുന്നൊരു പാർട്ടി ഇന്ന് ഇങ്ങനെ വന്നൊരു തീരദേശ പാർട്ടിയായി മാറുന്നത് ഇതുകൂടി കണ്ടിട്ടാണ്. എപ്പോഴും ബംഗാളിലെ എടുത്തു പറയാം, ബംഗാളില്ല, ത്രിപുര പറയുമായിരുന്നു, ത്രിപുരയില്ല. നിങ്ങൾ പറയാം ബംഗാൾ, ത്രിപുര, UP, ബീഹാർ, പിന്നെ ആന്ധ്രാപ്രദേശിലൊക്കെ വലിയ പാർട്ടിയായിരുന്നു അത്. പഞ്ചാബിൽ, ബംഗാളിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരെല്ലാം കൂടി BJPയിലോട്ട് പോകുന്നു. പാർട്ടി ഓഫീസ് അടക്കം ഒന്നിച്ച് BJP കൊണ്ട് കൊടുക്കുന്നു. സംഘർഷം കൊണ്ടാണ്. അപ്പോൾ ആ സമയത്തും ഇവിടെയാണ് പാർട്ടി നിൽക്കുന്നത്. എന്നിട്ട് നമ്മളില്ല പൊട്ടക്കിണറ്റി കിടക്കുന്നത് പോലെ നമ്മളാണ് മഹാന്മാർ,
മിടുക്കന്മാരെന്ന് പാർട്ടി പറയുക, അതിൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ മാത്രമാണ്. നമ്മെ സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമാണ്. അപ്പം മറ്റൊരു സ്റ്റേറ്റിൽ ചെന്നാൽ അവിടെ ആരായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി പാവം എന്ത് ചെയ്യണമായിരുന്നു? നമ്മുടെ ബേബി സഹാവ് ലീവ് എടുക്കണമായിരുന്നു. പനിയോ അസുഖമില്ലാതെ എന്തെല്ലാം നമ്പറുകൾ കാണിക്കാൻ നമുക്ക്. ജസ്റ്റ് ഒന്ന് തലാറൊക്കെ കാണിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ഒരു തലവേദന പനി എന്നൊക്കെ പറഞ്ഞു വൊമിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അത് നടക്കുമല്ലോ. എന്നാലും ഇത് ഉദ്ഘാടനം നടക്കാം. കാര്യം പുള്ളിനകത്ത് ആരും അല്ലല്ലോ. പക്ഷെ അത് വളരെ സങ്കടം തോന്നി ആ ഒരു പോസ്റ്റ് കണ്ട്. വളരെ പാവം, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഈ അതില്ല, ഈ പകൽമാൻ വിഷയമൊക്കെ വന്നതുകൊണ്ട് പുള്ളിക്ക് താത്വികമായ അവലോകനം, ശങ്കരാടി ഉണ്ടല്ലോ പഴയ സിനിമയിൽ, അതുപോലെ താത്വിക അവലോകനമൊക്കെ നടത്തി ഇങ്ങനെ കാലം കഴിച്ചു പോകാം. പിന്നെ അന്നദാതാവ് ആണല്ലോ പ്രധാനം. തീർച്ചയായിട്ടും പിണറായി വിജയനും അങ്ങനെ ചെയ്യാൻ പാടില്ല, CPM അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒന്നും അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല. AKG സെൻറ്റർ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നിർബന്ധമായി ആര് ചെയ്യണം? പാർട്ടി ജനറൽ സെക്രട്ടറി ഉണ്ടെങ്കിൽ ജനറൽ സെക്രട്ടറി ചെയ്യണം. പോട്ടെ, ജനറൽ സെക്രട്ടറി ചെയ്തില്ല, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ പിണറായി വിജയൻ ചെയ്തുവെങ്കിലും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം തിരികൊളുത്താൻ ഒരു ഉദ്ഘാടകനെ ഏൽപ്പിച്ചാൽ ആ ഉദ്ഘാടകൻ അതിനേക്കാൾ മിടുക്കരായ ആരെങ്കിലും അവിടെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമാന ചിന്താഗതിയിലുള്ള സമാന പൊസിഷനിൽ ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ, ഒന്ന് റെസ്പെക്റ്റ് ചെയ്യേണ്ട ആളടുത്ത് നിൽക്കുകയാണെങ്കിൽ കൂടെ ചേർത്ത് നിർത്തും. ഇതെവിടെ എത്രാമത്തെ നിരയിലാണ് നിന്നത്? 3ാമത്തെ നിരയിലേക്ക്. അത് ബാക്കി എല്ലാ ആൾക്കാരും കൂടി ഇടിച്ച് നിരത്തി നിന്നിട്ട് അപ്പം അടുത്തോട്ട് വിളിക്കുന്ന പോലില്ല. അയ്യോ സഹാവേ ഒന്ന് വന്ന് ഫ്രണ്ടിലോട്ട് നിൽക്കൂ എന്ന് പോലും പറയുന്നില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ഇടയ്ക്ക് ഒരു ഉദ്ഘാടനം, മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. അവിടെ പിന്നെ തിക്കും തിരക്കാണ്. പക്ഷെ എന്ന് തന്നെയാലും അവര് തിക്കിലും തിരക്കിലും പ്രധാന വ്യക്തികളെ ഇടിച്ച് മുന്നിലോട്ട്. മാത്രമല്ല അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇതിനകത്ത് വന്നാലേ അവർ നേതാവുള്ളൂ. അതേ ഉള്ളൂ. ഈ ഫോട്ടോയിൽ വരണം. ഫോട്ടോ ഷൂട്ടാണ് അവരുടെ ഒരു പ്രധാന ഘടകം. പക്ഷെ എന്നാലും അവർ സതീശനെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ സുധാകരനെ ഇടിച്ച് കൊണ്ടുവരുന്നത് ഒരു വലിയ ആറാട്ടായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ കൊണ്ടുവരണം. എന്നിട്ട് കൊണ്ടുവന്നു. അല്ല, ആ ഒരു ബോധം അവർക്കുണ്ട്. പക്ഷേ ഈ ഒരു ബോധം നമ്മുടെ അത്ര ബോധം പോലും ഇദ്ദേഹത്തിനില്ല. അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അത് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ വ്യക്തിപരമായി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ, ആണോ എന്ന് എനിക്കറിയില്ല, ഇനി മറ്റുള്ളവരും കൂടി പറഞ്ഞാണ് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം തന്നെയാണ് മോശമാകുന്നത്. കാരണം നമ്മൾ 2 രീതിയിലാണ് ജനങ്ങളെ മനസ്സിൽ ജീവിക്കുന്നത്. അത് എല്ലാവരും മനസ്സിലാക്കുക. ഒന്ന് ഫിസിക്കലായി കാണുന്ന അപ്പോഴുള്ളൊരു ജീവിതമുണ്ട്, അയാൾ കൊള്ളാൻ മിടുക്കനാണ് രാജാവ്. പിന്നൊരു ജീവിതമുണ്ട് മനുഷ്യരുടെ മനസ്സിൽ. അത് വലിയ കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിലുള്ളൊരു ജീവിതമാണ്. അവർ ചിലപ്പോൾ നമ്മളെ കണ്ടിട്ട് പോലും കാണത്തില്ല. മാത്രമല്ല, ഇന്നലെ ഈ ഒരു സന്ദർഭം, ഇന്നലെയായിരുന്നു കൊച്ചി ഇടപ്പള്ളിയിലുള്ള രാമചന്ദ്രന്റെ മൃതദേഹം കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ പാർട്ടി ഒരാളെ അങ്ങോട്ട് വിട്ടിരുന്നു. പക്ഷേ എമ്പുരാൻ സിനിമ വരെ കാണാൻ പറ്റുന്ന, ഫാമിലിയായിട്ട് കാണാൻ പറ്റാൻ സമയമുള്ള മുഖ്യമന്ത്രിക്ക് ഇത്രയൊരു ഭീകരാക്രമണത്തിൽ മരിച്ച നമ്മളുടെ സഹോദരനാണ് അല്ലേ, നമ്മളുടെ സഹോദരനെ അവിടെ ചെന്ന് കണ്ട് അല്ലെ കുടുംബത്തിനെ ആശ്വസിപ്പിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തമില്ലേ? ആ സമയത്ത് തിരിച്ചായിരുന്നു ചിലപ്പോൾ പോയാനെ. മുഖ്യമന്ത്രിയുടെ ഈ ഇടക്കാലത്തുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ആ മരിച്ചത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, ഞാൻ മതവും സമുദായവും ഒന്നും പറയുകയല്ല, മറ്റൊരു രാഷ്ട്രീയ നേട്ടം കിട്ടാൻ പറ്റുന്നൊരു വേദിയായിരുന്നെങ്കിൽ എന്ത് ചെയ്തതിന് അദ്ദേഹം ഓടി ചിലപ്പോൾ പോയനെ. ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പുള്ളി പോകുന്നതാണ്. ഇപ്പോൾ സന്ദീപാനന്ദഗിരി ആശ്രമത്തിൽ സ്വാമിയുടെ ആശ്രമം കത്തിയപ്പോൾ അവിടെ ഓടിപ്പോയി. ഒരു ആശ്രമം കത്തുന്ന പോലീസ് കേസെടുത്താൽ മതിയല്ലോ, ഓടിപ്പോയി. അപ്പോൾ നേട്ടമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജാതിയും മതവും വ്യക്തികളെയൊക്കെ നോക്കി അദ്ദേഹം പോകും. പിന്നെ എല്ലാം കാണാൻ പോയല്ലോ, പോയി. അതിനൊക്കെ സമയം വേണ്ടി എത്ര പ്രസ്താവനകൾ എല്ലാത്തിനും കിട്ടും. പക്ഷെ ഇത് വരുമ്പം അല്ല, ചലച്ചിത്ര പുരസ്കാരം പോലും, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പോലും നൽകിയപ്പോൾ ഇതിനെ പ്രതിപാദിച്ച് അതിന് പോസ്റ്റ് ഇട്ടു. അത്രയേറെ ചെയ്യുന്നു. അത്ര കീനാണ് എല്ലാ കാര്യത്തിലും. ആ കീനായ ആള് ഇത് നടത്തി ഈ ഇവിടെ നമ്മുടെ എന്താണ് AKG സെൻറ്റർ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഹെലികോപ്റ്ററിൽ വാങ്ങിച്ചിട്ടിരിക്കുകയല്ലേ, അല്ലെങ്കിൽ കാറും ഹെലികോപ്റ്റർ ഫ്ലൈറ്റ് എല്ലാം ഉണ്ടല്ലോ. കൊച്ചിയിൽ പോയി, അല്ലെങ്കിൽ തന്നെ ഈ കാർ ഇങ്ങോട്ട് വരുമ്പം തന്നെ പോലീസ് VIPസും എല്ലാം ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് അരക്ഷിതാവസ്ഥയാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും. ഇതേപോലെ ഇതിന് വേണ്ടിയിട്ടെങ്കിലും കുറച്ച് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ പോകാമല്ലോ. കൊച്ചിയല്ലേ, ഫ്ലൈറ്റിൽ പോയിട്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അത് കഴിഞ്ഞിട്ടെങ്കിലും ഒന്ന് പോകാമായിരുന്നു. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞല്ലോ, ഒരു തമ്പുരാൻ മോഡലിലുള്ള ഒരു ജീവിതശൈലി. അതിലേറ്റവും എന്നെപ്പോലുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നു എന്നുള്ളതും, അതിനെ ചോദ്യം ചെയ്യാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ആ പ്രസ്ഥാനത്തിനകത്തില്ല എന്നുള്ളതും കാലം എവിടെയാണ് കാത്തുവയ്ക്കുന്നതെന്നറിയില്ല. പണ്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ചെറിയ ആശയ ദാരിദ്ര്യമൊക്കെ വരുമ്പോൾ DYFIയുടെയും SFIയുടെയും നേതാക്കൾ വല്ലാതെ ബഹളമുണ്ടാക്കും. അവർ കമ്മിറ്റി കൂടും, അവരഭിപ്രായം പറയും. ഇന്നത്തെ
DYFI SFI സംവിധാനം പോലും ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് നാളെ ഇത് കിട്ടുമോ, ഈ അധികാരത്തിൻ്റെ അപകഷ്ണം കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്നതല്ലാതെ ഒരു പ്രതികരണമുണ്ടാകുന്ന ഒരു ആദർശാത്മക പാർട്ടിയാക്കി ഇതിനെ മാറ്റിക്കൊണ്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരാളും അതിനകത്തില്ല. അതൊരു കാലത്തിൻ്റെ ഒരു വല്ലാത്ത ഗതികേടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.